ഓട്ടോക്കൂലി ഓട്ടോക്കൂലിയൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. നീ അവരുടെ കൂടെ ചെല്ല്. ഹലോ മാഡം, നീ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തുന്ന സമയം കഴിഞ്ഞല്ലോ. നീ വരുന്നത് കാണാത്തതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലില്. ഹോസ്പിറ്റലിലോ? എന്താ ഉണ്ടായേ? ജോലി കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് വരുമ്പോ 3 പേരെന്നെ കൊല്ലാൻ വന്നു. ഈശ്വര, എന്നിട്ട്? നിനക്ക് വലിയ പരിക്കൊന്നും ഇല്ലല്ലോ അല്ലേ? പരിക്കെനിക്കല്ല, പിന്നെ കൈലാസ് സാറിന്. കൈലാസിനോ? കൈലാസ് സാറിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. തലയില പരിക്ക്, രക്തം കുറെ പോയി. പാർവതി, ഡോക്ടർ എന്താ പറഞ്ഞേ? സീരിയസ് ഒന്നും അല്ലല്ലോ അല്ലേ? എനിക്കറിയില്ല മാഡം, വിളിച്ചിട്ട് അറിയുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. എനിക്ക് പേടിയാവുക. ഞാൻ വരാം. ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. കൈലാസിനെ ഡോക്ടർമാർ നോക്കിയോ? അവരെന്താ പറഞ്ഞേ? സിസ്റ്റർ, എന്റെ മോനെ ഇവിടെ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കുട്ടിയെ കൊണ്ടുവന്നത് ഐസിയുല. ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക. ബ്ലഡ് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അർജന്റായിട്ട് എ പോസിറ്റീവ് ബ്ലഡ് വേണം. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ എ പോസിറ്റീവ് ബ്ലഡ് സ്റ്റോക്കില്ല. സാറിന്റെ മകനാണെന്നല്ലേ പറഞ്ഞത്? സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ പോസിറ്റീവ് ആണോ? അല്ലോ, ബി പോസിറ്റീവാ. അപ്പോ സാറിന്റെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. എന്റെ രക്തം മതിയാവോ? ഞാൻ തരാം, എത്ര വേണമെങ്കിലും എടുത്തോ. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? അതൊന്നും എനിക്കറിയില്ല. സിസ്റ്റർ, പാർവതിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്ക്. ഇവളുടെ ബ്ലഡ് പറ്റിയില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യാം. കുട്ടി വരൂ. ഡോക്ടർ, കൈലാസ്. അതെ, ഹെഡ് ഇഞ്ചുറിയാ. ബ്ലഡ് അല്പം ക്ലോട്ട് ആയിട്ടുണ്ട്. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ല. താങ്ക് ഗോഡ്. പേഷ്യന്റ് ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്. ബോധം തെളിയാൻ കുറച്ച് സമയം കൂടി എടുക്കും. ചിലപ്പോ 24 hours വരെ എടുത്തേക്കും. ബട്ട് ഹി സേവ്ഡ് നൗ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. സീ യു. സർ, സർ, ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടറോട് ഞാനിപ്പോ സംസാരിച്ചതേ ഉള്ളൂ. ഇനി പേടിക്കാനൊന്നുമില്ല. കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ടാ എന്റെ മോൻ രക്ഷപ്പെട്ടത്. പാർവതിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ സർ, എന്നോട് നന്ദിയൊന്നും പറയരുത്. അകത്ത് കിടക്കുന്നത് എന്റെ ജീവനാ. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ മാത്രമല്ല, അവന്റെ മമ്മിയും. നീ രക്ഷിച്ചത് ഒരു ജീവനല്ല, 3 ജീവനുകളാ. നിന്നോട് നന്ദി പറയാനുള്ള വാക്കുകളൊന്നും
എന്റെ നാവിൽ വരുന്നില്ല പാർവതി. കൈലാസ് സാറിന് ഇത് സംഭവിച്ചത് ഞാൻ കാരണോ? സാർ ഇവിടെ വന്ന് ഇങ്ങനെ കരയേണ്ടി വന്നത് ഞാൻ കാരണോ? എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ടാ കൈലാസ് സാറിന് ഈ വലിയ അപകടം സംഭവിച്ചത്. നീ എന്താ ഈ പറയുന്ന പാർവതി? സത്യം സർ. ഞാൻ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോ ആരൊക്കെയോ എന്നെ കൊല്ലാൻ വന്നു. കൈലാസ് സാർ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊല്ലുമായിരുന്നു. കൈലാസ് സാറിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷെ ആ കാർ ഇടിക്കാൻ വന്നപ്പോ കൈലാസ് സാറിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നിന്നെ രക്ഷിച്ചതിന് ശേഷമല്ലേ അവനെ അപകടം പറ്റിയത്? എന്റെ മോനൊരു ആൺകുട്ടിയാ. അവൻ ഈ കിടപ്പ് കിടക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നുണ്ട്. എന്നാലും അവനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. കൈലാസ് സാറിനെ ഇങ്ങനെ ആക്കിയത് ഞാനല്ലേ? സാറിന് എന്നോട് ദേഷ്യമുണ്ടോ? നിന്നോട് എനിക്ക് ദേഷ്യം? നിന്നോട് ദേഷ്യപ്പെടാൻ എനിക്ക് കഴിയൂ? സ്വന്തം ജീവൻ പണയം വെച്ച് കൈലാസ് നിന്നെ രക്ഷിച്ചു. പക്ഷെ അതിനു മുമ്പ് നീ നിന്റെ ജീവൻ പണയം വെച്ച് എന്റെ ഗാർമെന്റ്സിനെ രക്ഷിച്ചില്ലേ? അതെനിക്ക് മറക്കാൻ കഴിയൂ? കുറച്ചുപേര് നിന്നെ കൊല്ലാമെന്നൊന്ന് പറഞ്ഞപ്പോ അതാരായിരിക്കുമെന്നാ ഞാൻ ആലോചിച്ചത്. പക്ഷേ ആലോചിക്കാനൊന്നുമില്ല. അതിന്റെ പിന്നിൽ അവർ തന്നെയായിരിക്കും, ആ മയക്കുമരുന്ന് മാഫിയ. ആ ഗ്യാങ് നിന്റെ പുറകെ തന്നെയുണ്ട്. നീ സൂക്ഷിക്കണം പാർവതി. കൈലാസിന് ബോധം വീഴാൻ കുറച്ച് സമയമെടുക്കുമെന്ന ഡോക്ടർ പറഞ്ഞത്. അവന് ബോധം വീണാൽ ഉടനെ ഞാൻ ഈ കാര്യം പോലീസിൽ അറിയിക്കും. സർ, ഈ മെഡിസിൻ ഒന്ന് വാങ്ങണം. സാർ, സാർ ഇവിടെ നിന്നാ മതി. ഡോക്ടറെ വിളിച്ചാലോ? മരുന്ന് ഞാൻ വാങ്ങിട്ട് വരാം. അല്ല പാർവതി, ദാ ഇത് കയ്യിൽ വെച്ചോ, ഇരിക്കട്ടെ. ആവശ്യമുള്ള പൈസ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തോളൂ. വേണം. ചെല്, പോയിട്ടോ.